ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ പാപങ്ങൾ മാത്രം ചെയ്ത് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നന്മകളെക്കാൾ കൂടുതൽ തിന്മകളാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെങ്കിൽ ഈ 10 അഹോരാത്രം കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. ഈ 10 ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. പാപങ്ങൾ ചെയ്യാത്തവരായി ഭൂമുഖത്ത് മനുഷ്യരിൽ ആരുമില്ല, ഇല്ലൽ അംബിയാ, അംബിയാക്കൾ ഒഴികെ. അംബിയാക്കൾ മഅസൂമീങ്ങളാണ്, അവർ തെറ്റ് ചെയ്യില്ല. അവരെ കൊണ്ട് അള്ളാഹു തെറ്റ് ചെയ്യിക്കില്ല എന്നുള്ളതാണ് വസ്തുത. മനുഷ്യരായി ആരൊക്കെ പടക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഭൂമുഖത്ത്, അവരെല്ലാം തിന്മകളിൽ ഏർപ്പെടും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഈ നാട്ടിൽ മുഴുവൻ നന്മകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഭൂമുഖത്ത് എവിടെ നോക്കിയാലും നന്മകൾ, എവിടെ നോക്കിയാലും ഇബാദത്തുകൾ, എവിടെ നോക്കിയാലും സദഖകൾ, എവിടെ നോക്കിയാലും പരസ്പര സ്നേഹങ്ങളും രമ്യതകളുമാണെങ്കിൽ അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നാം ഇവിടെ നിന്ന് മാറ്റും. അവരെയല്ല എനിക്ക് വേണ്ടത്. നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് അള്ളാഹു മലക്കുകളെ പടച്ചിട്ടുണ്ട്. മനുഷ്യർ നന്മകൾ മാത്രം ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ ഞാൻ അവരെ മാറ്റും. പകരം തിന്മകൾ ചെയ്യുന്ന ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ആ തിന്മകൾ ചെയ്യുന്ന ആളുകളെ ഞാൻ കൊണ്ടുവരിക മാത്രമല്ല, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവർക്ക് നാം പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞതായി ഹബീബുനാ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപമോചനം. പാപങ്ങൾ ചെയ്തുപോയി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നശിച്ചവനായി മാറി എന്ന് ചിന്തിച്ചിരിക്കേണ്ടതല്ല. അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കുവാനായിട്ട് നാം ഇങ്ങനെ ചോദിക്കണം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മനുഷ്യനായ എന്നോടോ നിങ്ങളോടോ നമ്മുടെ സഹചാരികളായ സഹപ്രവർത്തകരായ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും ബുദ്ധിമുട്ടെങ്കിൽ, ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നതും അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുവാനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹുവിനോട് പാപ പൊറുക്കലിനെ, മഗ്ഫിറത്ത് തേടുന്നതിനെ നിങ്ങൾ ധൃതി കാണിച്ചു കൊള്ളുക. പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറയുന്നതാണ് ഇസ്തിഗ്ഫാർ എന്ന്. അത് കേവലം ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ പശ്ചാത്താപം, പാപം പൊറുക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു വിഷമമാണ്. അല്ലാഹുവേ, ഞാൻ പാപം ചെയ്തു പോയല്ലോ റബ്ബേ. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ. ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ എന്നൊരു ഖേദം, ഇതാണ് ഇസ്തിഗ്ഫാർ. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ ചെയ്യാത്ത അമ്പിയാക്കന്മാരായിട്ട് പോലും എല്ലാ അമ്പിയാക്കന്മാരും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. ചരിത്രങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപം പൊറുക്കുന്നതിനെ നിങ്ങൾ ധൃതിയാക്കിക്കൊള്ളുക, അത് വളരെ വേഗത്തിലാക്കിക്കൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള വിസ്തീർണ്ണം, വീതിയും അല്ലാഹു അതിന്റെ അളവ്, സ്വർഗ്ഗത്തിന്റെ അളവ് പറയുകയാണ്. ആകാശഭൂമിയുടെ ഇടയിലുള്ള വലിപ്പത്തെക്കാളുള്ള സ്വർഗം നിങ്ങൾക്ക് വേണോ? നിങ്ങൾ പാപം പൊറുക്കുന്നതിനെ ധൃതിയാക്കിക്കൊള്ളുക. അതാർക്കെന്നറിയോ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഉഇദ്ദത്തുൽ മുത്തഖീൻ. അത് പാപം പൊറുത്ത് കിട്ടിയവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഞാൻ പാപിയാണ്, എന്നെ കേൾക്കുന്ന നിങ്ങളും പാപികളാണ്. കാരണം മനുഷ്യൻ അല്ലാഹു ഭൂമുഖത്ത് പടച്ചപ്പോ ഖുലിഖൽ ഇൻസാനു ലൈഫാ,
മനുഷ്യനെ അല്ലാഹു ബലഹീനനായിട്ടാണ് പടച്ചിരിക്കുന്നത്. റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ എതിർഭാഗത്തുകൂടെ ഒരു അന്യ പെണ്ണ് നടന്നു വരുമ്പോ കണ്ണറിയാതെ അവളിലേക്ക് പോകുന്നുവെങ്കിൽ ഹൃദയത്തിൽ അശ്ലീലതകളുടെ ആഭാസത്തരങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെ തെറ്റായി പോകുന്നു. നന്നാവാൻ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷേ അറിയാതെ ഞാനും നിങ്ങളും ഇങ്ങനെ തെറ്റിലോട്ട് വഴുതി വീണു പോകുന്നു. ഇത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു അതിന് പരിഹാരമായിട്ട് പാപം പുറത്തു തരാം, ഞാൻ മഗ്ഫിറത്ത് ചെയ്തു തരാം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണെന്ന് ഖുർആൻ. ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താരെന്നറിയോ? ആദ്യമായിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിലാണ് അല്ലാഹു പടച്ചത്. സ്വർഗ്ഗത്തിൽ അല്ലാഹു എല്ലാ സ്വാതന്ത്ര്യവും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തു. കുലൂ വശ്റബൂ, ആദമേ തിന്നുകൊള്ളുക, ആദമേ കുടിച്ചുകൊള്ളുക, ആദമേ നീ രസിച്ച് രമിച്ചു കൊള്ളുക. പക്ഷേ ഫലാ തഖ്റബാ ഹാദിഹി ശജറ, പക്ഷേ ഈ വൃക്ഷത്തോട് നീ അടുക്ക പോലും ചെയ്യരുതേ ആദമേ. അല്ലാഹു എപ്പോഴും ഒരു കടിഞ്ഞാൺ വെക്കും. ആദമിനോട് പറഞ്ഞു എന്ത് വേണോ ചെയ്തോ, സ്വർഗ്ഗത്തിൽ നീ എവിടെ വേണോ വെക്കോ, പക്ഷെ ഈ വൃക്ഷത്തോട് നീ അടുക്കരുത്. ഫലാ ഫതകൂനാ മിനൽ ളാലിമീൻ, അതും അല്ലാഹു പറഞ്ഞു നീ എങ്ങാനും അതിനോട് അടുത്താൽ നീ അക്രമികളിൽ പെട്ടുപോകും ആദമേ, നീ തിന്മ ചെയ്തവനിൽ പെട്ടുപോകും ആദമേ. അതുകൊണ്ട് നീ ആ വൃക്ഷത്തോട് അടുക്കരുതേ ആദമേ. അപ്പോഴാണ് പിശാച് കയറി വരുന്നത്. ആദമേ, അല്ലാഹു അങ്ങനെയൊക്കെ പറയും. എന്തിനെന്നറിയോ അല്ലാഹു അത് പറയുന്നത്? നീ എങ്ങാനും ആ പഴം കഴിച്ചാൽ, ഇതാണ് നമുക്കും പറ്റിപ്പോകുന്നത്. അല്ലാഹു ചെയ്യരുതെന്ന് പറയുമ്പം നീ ചെയ്യ്, കുഴപ്പമില്ലെന്ന് ആരോ പിന്നിൽ നിന്ന് പറയും പോലെ ശൈത്താൻ പറഞ്ഞു നീ അത് കഴിച്ചാൽ, നീ എങ്ങാനും അതിൽ നിന്ന് ഒരു പഴം കഴിച്ചാൽ സ്വർഗ്ഗത്തിൽ നീ ശാശ്വതനാകും എന്ന് ശൈത്താൻ പറഞ്ഞു. ഇത് ശാശ്വതനാവാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു ട്രിക്ക് ഉപയോഗിച്ച് നിന്നെ മാറ്റി നിർത്തിക്കണേ. എങ്ങനെ ഉണ്ട്? ഇതെല്ലാ ശൈത്താന്മാരുടെയും സ്വഭാവം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഫലാ തഖ്റബാ ഹാദിഹി ശജറ, പിശാചിന്റെ പ്രലോഭനത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണുപോയി, വൃക്ഷത്തോട് അടുത്തുപോയി, അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചു പോയി. അള്ളാഹു ശിക്ഷയായിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഭൂമിയിൽ വസിച്ചു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആകെ സങ്കടമായി. സുന്ദരമായ ഭക്ഷണം ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചപ്പോൾ തേൻ കിട്ടി, ആഗ്രഹിച്ചപ്പോൾ പാല് കിട്ടി, ആഗ്രഹിച്ചപ്പോൾ പഴം കിട്ടി. ഇവിടെ വന്നപ്പോ ഒന്നുമില്ലല്ലോ പടച്ചോനെ, നാണം പോലും മറയ്ക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലല്ലോ. അല്ലാഹ് കരഞ്ഞു. ആദ്യമായി തൗബ ചെയ്യുകയാണ്. പാപം ചെയ്തു പോയല്ലോ, പരിഹാരം വേണമല്ലോ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين. ചെയ്തു പോയി അല്ലാ, നീ തന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്നുപോയി അല്ലാ. റബ്ബന, എന്തൊരു പദമാണ്, എന്തൊരു വാക്യമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ചത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബന, എന്റെ രക്ഷിതാവേ, വലംനാ, ഞാൻ അക്രമം ചെയ്തു പോയി അല്ലാ. അൻഫുസനാ, നമ്മുടെ ശരീരത്തോട് നാം അക്രമം ചെയ്തു പോയി. ഫഇല്ലം തഗ്ഫിർ ലനാ, പാപമോചനം തേടുകയാണ്. നീ മാപ്പ് നൽകിയില്ലെങ്കിൽ, നീ പുറത്തു നൽകിയില്ലെങ്കിൽ, നീ വിട്ടുവീഴ്ച ചെയ്തു തന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പരാജിതരിൽ ഞാൻ അകപ്പെട്ടു പോകുമല്ലാ, പരാജിതരിൽ ഞാൻ അകപ്പെട്ടു പോകുമല്ലാ
എത്ര നാളാ കരഞ്ഞത്? എത്ര നാള്? 300 കൊല്ലം. എത്ര നാള്? 300 കൊല്ലം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു, തൗബ ചെയ്തു. അപ്പോഴാണ് അള്ളാഹു സ്വീകരിച്ചത്. ആദം നബി മാത്രമല്ല, ശൈഖുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ ശൈഖ് എന്ന് വിശേഷിക്കപ്പെടുന്ന 950 കൊല്ലക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം തൗബ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടല്ല, മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്തകപ്പെട്ടു പോയി. മത്സ്യത്തിന്റെ അകപ്പെട്ടു പോയി, ചിന്തിച്ചു പോയി, അല്ലാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ അല്ലാ. സഹോദരങ്ങളെ, ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അതൊക്കെ നിസ്സാരവൽഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. പെണ്ണുങ്ങളെ നോക്കി അതൊക്കെ സർവ്വസാധാരണമല്ലേ, പുറത്തിറങ്ങിയ ഇതൊക്കെ കാണാതെ എങ്ങനെയാ ഉസ്താദെ പോകുന്നത്? ഗീബത്തും നമീമത്തും പറഞ്ഞു, അതൊക്കെ ആരാ ഉസ്താദെ സംസാരിക്കാതെ? നമുക്കൊരു വേദനയില്ല. ഞാനും നിങ്ങളും ചെയ്യുന്ന തെറ്റിൽ നമുക്കൊരു വേദനയില്ല. ഇതാണ് ഏറ്റവും വലിയ പാപം. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി എന്ന് ഞാനും നിങ്ങളും ശാഠ്യം പിടിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പാപം. ചെയ്യുന്ന പാപങ്ങളെക്കാൾ അപരാധം അതാണ്. അവർ പാപം ചെയ്തിരുന്നില്ല, പക്ഷെ അവർ സ്വന്തമേ ചിന്തിച്ചു, അല്ലാ നന്മ ചെയ്താലും അത് തിന്മയായി പോകുമോ എന്നവർ ഭയപ്പെട്ടു. മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് കിടന്നുകൊണ്ട് കാലങ്ങളായി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ഇരക്കുകയാണ്. അമ്പിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല, അപരാധങ്ങൾ പറഞ്ഞിട്ടില്ല, അനാവശ്യങ്ങൾ കണ്ടിട്ടില്ല. എങ്ങനെയോ അള്ളാന്റെ പരീക്ഷണത്താൽ മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് പെട്ടുപോയി. അവിടെ കിടന്ന് ദുആയിരുന്നു, തൗബ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ്, അതുകൊണ്ടായിരിക്കും ഞാൻ ഈ മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് പെട്ടുപോയത്. എന്തൊരവസ്ഥയാ സഹോദരങ്ങളെ. ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു കടന്നിരുന്നില്ല മുഹമ്മദ് മുസ്തഫ. സലാത്ത് അല്ലേ മുഹമ്മദ് മുസ്തഫ. തഅലീമികളൊക്കെ ഒന്ന് ഉഷാറായിട്ട് ചെല്ലേ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ഞാനാണ് സ്വർഗത്തിന്റെ വാതിലാദ്യം തുറക്കുന്നത്, ഞാനാണ് സ്വർഗത്തിന്റെ കിരീടമാദ്യം അണിയുന്നത്, ഞാനാണ് ഹൗദുൽ കൗസർ ഓഹരി ചെയ്യുന്നത്, ഞാനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരൻ. ആ പ്രവാചകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞു തരികയാ. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാ, വല്ലാഹി റസൂലുള്ളാഹി അങ്ങനെ കൂടെ ആണയിടുന്ന ആളൊന്നുമല്ല. വല്ലാഹി വല്ലാഹി സൗദി അറേബ്യയിൽ പോയ അറബി വല്ലാഹി 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 എന്ന് പറയും. ഒന്നും അങ്ങ് ചെയ്തിട്ടൊന്നുമല്ല, ചുമ്മാ ഒരു ശൈലിയാണ്. വല്ലാഹി വല്ലാഹി. അള്ളാന്റെ റസൂല് വല്ലാഹി ഇടുമായിരുന്നില്ല. പക്ഷെ ഇവിടെ വല്ലാഹി ഇട്ടു എന്തിനു വേണ്ടി? തെറ്റ് ചെയ്താത്ത റസൂൽ എന്തിനാണ് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്? ഞാനും നിങ്ങളും ചിന്തിക്കാതിരിക്കാൻ വേണ്ടി. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. പഠിക്ക് സഹോദരങ്ങളെ, ഹദീസ് പഠിക്ക്. നബി തങ്ങൾ പറയുകയാ, ഒരു ദിവസത്തിൽ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം സ്വഹാബാക്കളെ, ഒരു ദിവസത്തിൽ ഞാൻ ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ്, ഒരു ദിവസം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലും മാത്രമല്ല, അവിടെയാണ് ഞാൻ തൗബ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തൗബ ചെയ്ത് പശ്ചാത്താപത്തോടെ എന്റെ റബ്ബിനോട് ഞാൻ കരയുന്നുണ്ട്. ഫിൽ യൗമി അക്സറ മിൻ 70 മറ, ഒരു ദിവസത്തിൽ 70 പ്രാവശ്യത്തെക്കാൾ ഞാനിത് ചെയ്യുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി
70 വട്ടം നബി തങ്ങൾ ചെയ്ത 70,000 വട്ടം ഞാൻ നിങ്ങൾ ചെയ്താൽ മതിയാവും സഹോദരങ്ങളെ. ചിന്തിക്ക്. പാപങ്ങൾ മാത്രം ചെയ്യുന്നവരല്ലേ നമ്മൾ? പാപങ്ങൾ മാത്രം ചെയ്യുന്നവരല്ലേ നമ്മൾ? അല്ലാഹു നമുക്ക് പുറത്തു തരും സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് മാപ്പാക്കി തരും സഹോദരങ്ങളെ. ഒരു തെറ്റൊഴികെ ബാക്കി എല്ലാം അല്ലാഹു പുറത്തു തരുന്നതാ. അതായത് ആ തെറ്റ് ഒരു തെറ്റൊഴികെ ബാക്കിയെല്ലാം അല്ലാഹു പുറത്തു തരും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ഏകനായ അല്ലാഹുവിനെ പോലെ വേറെ ഒരു ഇലാഹുണ്ടെന്നുള്ള വിശ്വാസം മുസ്ലിമേ നിന്റെ മനസ്സിൽ വന്നുപോയോ? എന്റെ രോഗം മാറ്റുന്നത് അല്ലാഹയല്ല, ഇന്നയാളാണെന്ന് നീ ചിന്തിച്ചു പോയോ? നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, നിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കില്ല. ബാക്കി നീ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലൊരു ഖേദമുണ്ടാകണം. മനസ്സിലേ, ഹൃദയത്തിലേ, ഞാൻ പറഞ്ഞു പോയി അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാഹ്, ഒരു വികാരം മനസ്സിലുണ്ടാവണം. അല്ല ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് ശരി തന്നെയാ. ഈ ചിന്തയാണെങ്കിൽ നീ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഗൗരവമാണ്. സഹോദരങ്ങളെ, ഗൗരവമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു പുറത്തു തരില്ലെന്ന് ആരാണ് പറഞ്ഞത്? കൊടും പാപം ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു നാളിൽ. അവൻ തിന്മകളിൽ മാത്രം മുഴുകുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ പറയൂലേ, ചില ആൾക്കാരെ നോക്കി അവൻ കള്ളു കുടിക്കാത്ത ദിവസമില്ല, അവൻ ഭാര്യയെ തല്ലാത്ത ദിവസമില്ല, അവൻ കഞ്ചാവാണ്. അല്ല, എങ്ങനെ അവന് പുറത്തു കൊടുക്കാൻ? റമദാനായാൽ പോലും പള്ളി കയറില്ല. നമ്മൾ പറയാറില്ലേ? നമ്മൾ പറയാറുണ്ട് അല്ലേ? ഉണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു, അന്ന റജുലൻ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാ, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ. വല്ലാഹുവാണ്, ഈ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഒരു മനുഷ്യൻ പറഞ്ഞതാ, യവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല കേട്ടോ, നിനക്ക് ഭ്രാന്ത അവനെ ഉപദേശിക്കാൻ, അവൻ അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് നീ പറഞ്ഞാൽ, അത് ഏത് തെമ്മാടിയാകട്ടെ സഹോദരങ്ങളെ, അത് ഏത് വ്യഭിചാരിയാകട്ടെ സഹോദരങ്ങളെ, പുറത്തു കൊടുക്കാൻ അവകാശമുള്ളവൻ അല്ലാഹുവാണ്, ഞാനും നിങ്ങളുമല്ല. അവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ പറയുകയാവ, ഇന്നല്ലാഹ തആല ഖാല. ആ സമയത്ത് അല്ലാഹു തആല പറയുകയാണ്, ആരാണ് എന്റെ മേൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ആരാണ് എന്റെ മേൽ വാക്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഞാൻ ഈ മനുഷ്യന് പൊറുക്കില്ലെന്ന് ആരാണ് വിളമ്പുന്നത്? അല്ലാഹു ചോദിക്കാം, ഞാൻ അവന് പുറത്തു കൊടുക്കൂല, നിന്നോടാര് പറഞ്ഞു? നിനക്ക് അതിനുള്ള അവകാശം ഞാൻ തന്നിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആ മനുഷ്യൻ ഞാൻ പുറത്തു കൊടുത്തു. അവനിതൊന്നും അറിഞ്ഞില്ലേ? വേറെ ഏതോ ഒരുത്തൻ പറഞ്ഞതാ, അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അല്ലാഹു പറഞ്ഞു, ഞാൻ അവന് പുറത്തു കൊടുത്തു. മാത്രമല്ല, എന്റെ മേൽ ആരോപണം പറഞ്ഞ നിന്റെ അമല് ഞാൻ പൊളിച്ചു കളയുകയും ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹു പറയുമെന്ന് ലോകൈക ഗുരുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അവൻ അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ പോലും അവകാശം നമുക്കില്ല. കാരണം അല്ലാഹു അത്ര കരുണയുള്ളവനാണ്. സഹോദരങ്ങളെ, 100 കൊല ചെയ്തവന് അല്ലാഹു പുറത്തു കൊടുത്തു. അല്ലേ? 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ല. നിങ്ങൾ കേട്ട് മടുത്തതാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് കരയുകയാണ്, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ നശിച്ചു പോയി നബിയേ. വിതുമ്പുകയാണ്, ചുണ്ടതരങ്ങൾ ഇങ്ങനെ വിതുമ്പുകയാണ്, കണ്ണിന്റെ ഇമകളിൽ നിന്ന് കണ്ണീർ തലങ്ങൾ തടം തല്ലിയാൽ തൊഴുകയാണ്. അത് താടി രോമങ്ങളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് വിതുമ്പുന്നു, ഹലക്തു യാ റസൂലല്ലാഹ്, ചെയ്തു പോയി നബിയേ,
സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു നബിയേ. തെറ്റുകൾ പറഞ്ഞുപോയി നബിയേ, കുറ്റങ്ങൾ ചെയ്തു പോയി നബിയേ, രക്ഷയില്ല നബിയേ, ഹലക്തു ഞാൻ നശിച്ചു നബിയേ. അങ്ങനെ പറയല്ലേ മനുഷ്യ, നീങ്ങു വരൂ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് കരുണയുടെ ദീപം അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ലോകത്തിന്റെ നായകൻ പറഞ്ഞു കൊടുത്തു, റഹ്മത്തുക അർജാ ഇൻദി മിൻ അമലി വമഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി. അല്ലാഹു പുറത്തു തരുന്നവനാണ്, നീ റഹ്മത്തിനെ പ്രതീക്ഷിക്ക്. റഹ്മത്തക അർജാ ഇൻദി മിൻ അമലി, നിന്റെ അമലുണ്ടല്ലോ, ആ അമൽ അല്ലാഹുവിനോട് പ്രതീക്ഷയോട് നീ ചെയ്യ്. വമഗ്ഫിറതുക, അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ, ഔസഉ മിൻ ദുനൂബി, ഈ ചെയ്യുന്ന പാപത്തെക്കാൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. നീ ചെയ്തു പോയ അപരാധങ്ങളെക്കാൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. തെറ്റുകൾ ചെയ്തു പോയി എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കവി അദ്ദേഹം ഇങ്ങനെ പാടുകയാണ്, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, യാ റബ്ബി ഇന്നഅളുമതു ദുനൂബി കസറതാ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅളമു. പടച്ചവനെ, തെറ്റുകൾ ധാരാളം ചെയ്തു അല്ലാ, മനസ്സിങ്ങനെ വിങ്ങുകയാണ്, പൊട്ടുകയാണ്, അറിയാതെ കരയുകയാണ്. കൈ ഉയർത്തിയപ്പോൾ ദുആ ചെയ്യാൻ കഴിയാതെ കണ്ണുനീര് മാത്രം ഇങ്ങനെ വരികയാണ്. പറഞ്ഞു, അല്ലാ ഇൻ അളുമത്ത് ദുനൂബി കസറതാ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. ഫലഖദ് അലിംതു, പക്ഷെ എനിക്കറിയാം തമ്പുരാനെ, ബി അന്ന അഫ്വക അഅളമു, നിന്റെ മാപ്പ്, നിന്റെ വിട്ടുവീഴ്ച, നിന്റെ പൊറുക്കൽ അത് ഭയങ്കര വണ്ണമുള്ളതാണെന്ന് എനിക്കറിയാം. അല്ലാ ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനൂ, അല്ലാ നല്ലവരെ മാത്രമേ നീ സ്വീകരിക്കൂ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ, തിന്മകൾ ചെയ്തവരെ എനിക്ക് വേണ്ട, തെറ്റ് ചെയ്തവരെ എനിക്ക് വേണ്ട, കുറ്റങ്ങൾ പറഞ്ഞവരെ എനിക്ക് വേണ്ട എന്നങ്ങാനും നീ തീരുമാനിച്ചാൽ, ഫമനില്ലദീ യദൂ വയർജുൽ മുജ്രിമൂ, പാപിയായവൻ ആരോടാ ദുആ ചെയ്യേണ്ടത്? തെറ്റുകാരൻ ആരോടാ കരുണ തേടേണ്ടത്? തെറ്റുകാരൻ എവിടെയാ പ്രതീക്ഷിക്കേണ്ടത്? പ്രതീക്ഷിക്കാൻ നീ മാത്രമല്ലേ അല്ലാ. അതുകൊണ്ട് അദൂക യാ റബ്ബി കമാ അമർത തളർറുആ ഫഇൻ റദദ്ത യദീ ഫമൻ ലാ യർഹമു. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ കരുണയുടെ കാവലാളായ നിന്നോട്, കാരുണ്യവാനായ നിന്നോട് ഏറ്റവും വിനീതനായ ഒന്നുമില്ലെന്ന് ഞാൻ ഒന്നുമല്ല, ഞാൻ വെറും പാപിയാണ്, അടിമയാണ്, ഒന്നുമില്ലാത്തവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി തലകുനിച്ചുകൊണ്ട് നിന്നിലേക്ക് കൈനീട്ടുന്നു. എന്റെ കൈ ഇനിയും നീ തട്ടിക്കളഞ്ഞാൽ ആരാണ് എന്നോട് കരുണ ചെയ്യുന്നത്? ആരാണ് എന്നോട് കരുണ ചെയ്യുന്നത്? ഇത് ചോദിച്ചാൽ പടച്ചവൻ എങ്ങനെയാ സഹോദരങ്ങളെ തട്ടിക്കളയുക? ഇതാണ് ഇസ്തിഗ്ഫാർ, ഇതാണ് തൗബ, ഇതാണ് പാപമോചനം, ഇതാണ് ഈ 10ന്റെ സവിശേഷത. ഇങ്ങനെയുള്ള മനസ്സാണ് ഈ 10ൽ നമുക്ക് വേണ്ടത്. സഹോദരങ്ങളെ, ഈ മനസ്സോടുകൂടിയാകണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം ഇസ്തിഗ്ഫാറുകൾ കണ്ണുനീരോടുകൂടി അത് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. ചെറിയ ഒരു തെറ്റാണെങ്കിലും ഗീബത്തോ നമീമത്തോ പറഞ്ഞു പോയി, ആ സ്പോട്ടിൽ ചെയ്തു പോയി, പറഞ്ഞു പോയി, പോട്ടെ, അല്ലാഹുവേ വന്നു പോയി പടച്ചോനെ മാപ്പാക്ക് എന്ന് പറയാനൊരു ടെൻഡൻസി അതുണ്ടാവണം. അതില്ല സഹോദരങ്ങളെ നമുക്ക് ആർക്കും. നമ്മള് പിന്നെ തറാവി മൊത്തം നിസ്കരിച്ച് 5 വഖത്ത് നിസ്കരിച്ച് നോമ്പും പിടിച്ച് ഇനിയിപ്പൊ ഞാൻ ചെറിയ തെറ്റൊക്കെ ചെയ്ത പടച്ചോ പുറത്ത് കാണാം. അല്ലാഹു കരുണാവാനല്ലേ അല്ലേ? നമ്മൾ അങ്ങനെ പറയണം. ഒരു സഹോദരൻ പറഞ്ഞതാ, തെറ്റ് ഞാൻ എത്ര ചെയ്താലും റബ്ബ് കരുണാവാനാ. മറുഭാഗത്താണ് അല്ലാഹു പറഞ്ഞത്, ഇന്നഅദാബി ലശദീദ്,
എന്റെ ശിക്ഷ കഠിനവുമാണ് കേട്ടോ. കരുണ വിശാലമായതുപോലെ അതിന്റെ മറുവശം അത് ഖുർആൻ തന്നെയല്ലേ പറയുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടണോ സഹോദരങ്ങളെ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമാണത്, അള്ളാഹ്ക്ക് പ്രിയമാണത്. ഒരു ദിവസം ലോകത്തിന്റെ നായകൻ 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. മഹാന്മാരൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ധാരാളം കഥകളുണ്ട്. ഒന്നും ജുമായുടെ സമയമായതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. ഇനി ഒരുവൻ ഇസ്തിഗ്ഫാർ ചൊല്ലി, നിങ്ങൾ വെറുതെ ചൊല്ലിയാൽ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെയൊക്കെ ചിന്തയിലാണ്, പാപങ്ങളൊന്നുമില്ല, അപ്പൊ ഞാൻ തൗബാക്ക ചെയ്തു, ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അതിന് ഭൗതികമായ കുറെ നേട്ടങ്ങളുണ്ട്. ആത്മീയമായ നേട്ടം പോട്ടെ, ഈ ആത്മീയമായ നേട്ടം നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളൂല. പറയാണ് നിങ്ങൾ നോമ്പ് മൊത്തം പിടിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, നമുക്ക് എഫക്ട് ചെയ്യൂല. നമ്മൾ പറയാം, ഇവിടെ പ്രസംഗിക്കുകയാണ്, ഇവിടെ പിന്നെ നിങ്ങൾ 5 വഖത്ത് കൃത്യം നിസ്കരിച്ചാൽ നാളെ സ്വർഗത്തിൽ ആദ്യം നിങ്ങൾക്ക് കയറിപ്പോകാം, എഫക്ട് ചെയ്യൂല. ഇത് എപ്പോഴും കേൾക്കണല്ലേ. നിങ്ങൾ നിസ്കരിച്ചാൽ നാളെ മുതൽ നിങ്ങളുടെ കച്ചവടത്തിൽ കോടിക്കണക്കിന് ലാഭം വരും. അപ്പൊ നമ്മൾ എന്നാ പിന്നെ അങ്ങനെ ആവാം. നമ്മൾ ചെയ്യുന്നതൊക്കെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായി പോവാണ് അല്ലേ. എന്റെ കച്ചവടം ശരിയാവുക, എന്റെ വീടിന്റെ പണി പൂർത്തിയാവുക, എന്റെ മക്കളുടെ, ഇതൊന്നും വേണ്ട എന്നല്ല സഹോദരങ്ങളെ, ഇതിന് 2ാം സ്ഥാനമേ കൊടുക്കാവൂ. നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ അത് ഭൗതികതയ്ക്ക് വേണ്ടിയാകരുത്. ഭൗതികത താനേ വന്നോളും. ദുനിയാവിന്റെ പിറകെ നടന്നാൽ ആഖിറം അതിന്റെ പിറകെ വരില്ല. നീ ആഖിറത്തിന്റെ പിറകെ നടക്ക്, ദുനിയാവിന്റെ പിറകെ വന്നോളും. ഏതുപോലെ എന്നറിയാവോ? നിഴല് പോലെയാണ് ദുനിയാവ്. ഒരാൾ നടക്കുമ്പോ അവന്റെ മുന്നിൽ കൂടെ നിഴല് പോവാൻ, ആ നിഴലിനെ പിടിക്കാൻ നോക്കിയാൽ നടക്കൂ ആചാരെ? കിട്ടുവോ? നിഴല് നമ്മുടെ മുമ്പിൽ കൂടെ പോവുകയാണ്, നിഴലിനെ പിടിക്കാൻ നോക്കിയാൽ നിഴല് കിട്ടുവോ? ഇതാ ദുനിയാവ്, നീ എത്ര പിടിച്ചാലും കിട്ടൂല. നീ തിരിഞ്ഞു കിടന്നു നോക്കിയേ, ആ നിഴല് നിന്റെ കൂടെ വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരുവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, പതിവാക്കിയാൽ, ജഅലല്ലാഹു ലഹു മിൻ ളിഖിൻ മഖ്റജാ, അവന്റെ ഇടുങ്ങിയ ജീവിതത്തിൽ അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. എങ്ങനെ? 3 ഭൗതിക നേട്ടങ്ങളുള്ള പറയുന്നുണ്ട്, ധാരാളം പറയുന്നുണ്ട്. 3 റസൂലുള്ള പറഞ്ഞ ഈ ഹദീസിൽ. 1, നിന്റെ ജീവിതത്തിൽ കടങ്ങളുണ്ട്, രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ ഇടുക്കങ്ങൾ മാറ്റി വിശാലത നൽകും. നബിയുനാ റസൂലുള്ളാഹി. 2, വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, നിന്റെ ടെൻഷൻ അല്ലാഹു മാറ്റി തരുന്നതാണ്. പടച്ചോനെ, നാളെ ഇനിയിപ്പോ മക്കളെ ഫീസ് അടയ്ക്കണമല്ലോ, എങ്ങനെയാ പടച്ചോനെ? അല്ലാഹു വീടിന്റെ പണിക്ക് ഇനിയിപ്പോ കാശ് എങ്ങനെ ഒപ്പിക്കും? നാളെ ഇന്നാക്ക് കടം കൊടുക്കാനുണ്ട്. ഈ ടെൻഷൻ നിനക്കുണ്ടാവില്ല, നീ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ. നബിയുനാ റസൂലുള്ളാഹി. 3 മാത്രമല്ല, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നീ ആഗ്രഹിക്കാത്ത ഇടത്തൂടെ, നീ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൂടെ നിനക്ക് അല്ലാഹു അവന്റെ റിസ്ക് എത്തിച്ചു തരുന്നതാണ്. റിസ്ക് എന്ന് ഞാൻ ഫുഡ് എന്ന് മാത്രമല്ല, നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഔദാര്യം. അത് സമ്പത്ത്, അത് പണം, ഭക്ഷണം, വീട് സൗകര്യങ്ങൾ, വീട്ടു വസ്തുക്കൾ, വാഹനങ്ങൾ, എല്ലാം നീ പ്രതീക്ഷിക്കാതെ നിന്റെ ചുറ്റുഭാഗത്ത് നീ അറിയാതെ വന്ന് എത്തിച്ചേരും. ചില ആൾക്കാർ പറയൂലേ, ഞാൻ പ്രതീക്ഷിച്ചിടവേ എന്റെ വീടിന്റെ പണി എങ്ങനെ തീർന്നു എന്ന് ചില ആൾക്കാർ പറയും. ഇതാണ് അള്ളാഹു കൊടുക്കുന്ന ഔദാര്യമാണ്. അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ല്. ഇന്നഹു കാന ഗഫാറാ, അവൻ പുറത്തു തരുന്നവനാണ്. മടി കാണിക്കല്ലേ സഹോദരങ്ങളെ. ഈ മഗ്ഫിറത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര? ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത്. ഒരാളാവാൻ ഞാൻ നിങ്ങൾ സാധിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ധാരാളം ഹദീസുകളുണ്ട്, സമയ ചുരുക്കത്തിന്റെ പേരിൽ എല്ലാം ചുരുക്കുകയാണ്. അതുകൊണ്ട് രോഗമുണ്ടെങ്കിൽ മരുന്നുണ്ട്, മരുന്ന് കഴിച്ചാൽ ശിഫ കിട്ടുകയും വേണം. ശരിയല്ലേ? രോഗം എന്തായാലും ഉണ്ട്, രോഗത്തിന് എന്ത് വേണം? മരുന്ന് വേണം. മരുന്ന് കഴിച്ചാൽ എന്ത് കിട്ടണം? ശിഫ കിട്ടണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ,
അദ്ദവാഉൽ ഇസ്തിഗ്ഫാർ, രോഗമെന്ന് മരുന്നെന്ന് പറയുന്നത് എന്താണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാ. രോഗം എന്താണെന്ന് പറഞ്ഞു തരികയാ. ശിഫ എന്താണെന്ന് പറഞ്ഞു തരികയാ. അദ്ദാഉ, രോഗമെന്ന് പറയുന്നത് അൽദുനൂബു, അത് പാപങ്ങളാണ്. അദ്ദവാഉ, അതിന്റെ മരുന്നെന്ന് പറയുന്നത് അൽ ഇസ്തിഗ്ഫാറു, അത് ഇസ്തിഗ്ഫാറാണ്. മാത്രമല്ല വശിഫാഉ, ശിഫ എന്ന് പറയുന്നത് അൽ ഇസ്തിഗ്ഫാറു അൻ തതൂബ ഫലാ തഊദാ, തൗബ ചെയ്തിട്ട് ഇനി ഞാൻ മടങ്ങുകയില്ല അല്ലാഹ് എന്നുള്ള തൗബയാണ് ശമനമെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഈ 10 ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലാനും, പാപങ്ങൾ കൊണ്ട് നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കറുപ്പിന്റെ പുള്ളി വീണ് 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 കറുത്ത് കരിക്കട്ടയായ ഞങ്ങളുടെ മുഖത്ത് നല്ല വെളുപ്പുണ്ട്, ശരീരത്തിനൊക്കെ നല്ല ഗ്ലാമറാണ്, വസ്ത്രത്തിനൊക്കെ ഭംഗിയുണ്ട്, ഹൃദയം എങ്ങാനും എടുത്ത് പുറത്ത് വെച്ചാൽ ഒരു മനുഷ്യൻ പോലും അടുക്കാത്ത രൂപത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ മലിനമാണ്. ഈ 10 ഞങ്ങൾക്കത് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. അസൂയ, കിബിർ, അഹങ്കാരം, അഹംഭാവം, ഞാനെന്നുള്ള ഭാവം, തിന്മ ചെയ്യുവാനുള്ള ടെൻഡൻസി, അതിലേക്ക് ഇങ്ങനെ നിത്യമാകൽ, എത്ര പറഞ്ഞാലും മാറാത്ത ഹൃദയം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി യഥാർത്ഥ മനുഷ്യനായി അള്ളാഹുവിനോട് കൈനീട്ടുമ്പോൾ കരഞ്ഞ്, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടുമ്പോൾ ഞാൻ അടിമയാണ്, നീ ഉടമയാണെന്നുള്ള ചിന്തയിൽ സദാ അള്ളാഹുവിനെ ഓർത്ത് ശുക്ർ ചെയ്ത് നന്ദി ചെയ്ത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് വീട്, കുടുംബം, മക്കള്, അള്ളാഹു തന്ന സമ്പത്ത്, സൗകര്യങ്ങൾ, ഇതൊക്കെ ഓർത്ത് അത് നിത്യമാകാനും അതിനുവേണ്ടി ദുആ ചെയ്ത് നാളെ എപ്പോ മരിക്കുന്നോ ഈമാനോടെ പാപിയല്ലാതെ മരിക്കാൻ, കടമില്ലാതെ മരിക്കാൻ, ഈ ഒരു ചിന്തയിലായി അള്ളാഹുവിനോട് അടുക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ത്രാമി മതി, ഒന്ന് ഉറക്കാമി പറ. തൗഫീഖ് തരണേ അല്ലാഹ്. ചൂടാണ്, ക്ഷീണമാണ്, അതിനനുസരിച്ച് കൂലിയും അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ.